റജി, ഇങ്ങനെ നിരന്തരം തുടരുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തോടും ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളോടും ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ ഹൈന്ദവ ജനതയോടുമുള്ള വലിയ അമർഷം, അവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണോ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? രാഹുൽ ഗാന്ധി ഈ വിഷയം, അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ഒരു പ്രസംഗം ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ രാഹുൽ ഗാന്ധി നടത്തിയത്. ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഷയം ജനം TV ഒരു ചർച്ചയ്ക്ക് എടുത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് കൗതുകം ഉണ്ടാകുന്നത്. ഇത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ എടുത്ത ഒരു തീരുമാനമായിരിക്കാം. കാരണം കൊണ്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധ മാറ്റുന്നതിനായി പ്രതിപക്ഷ നേതാവിനെതിരെ നിരന്തരമായി തുടർന്നു വരുന്ന ആരോപണങ്ങളുടെ ഭാഗമായി വീണ്ടും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പഴയ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അതിൽ BJP നേതാക്കന്മാർ പ്രതികരിച്ചുകൊണ്ട് ഇതിനെ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷിയോടും തുല്യത പാലിക്കുകയും എല്ലാ മതവിഭാഗങ്ങളോടും തുല്യത പാലിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു മതത്തിനോട് വിരോധമോ ഏതെങ്കിലും ഒരു മതത്തിനോട് ആനുകൂല്യമോ അല്ല പറയുന്നത്, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അന്തരീക്ഷത്തോടെ ജനാധിപത്യപരമായി തുല്യമായിട്ടുള്ള ഒരു സൗഹാർദ്ദത്തോടെ ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം സംജാതമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയെ, അതിന്റെ നേതാവിനെ നിരന്തരം അധിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായി പഴയ വീഡിയോ പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപിക്കുകയും ഓരോ കുറ്റങ്ങൾ ആരോപിക്കുകയും. റജി, ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഇതൊരു പഴയ വീഡിയോയാണ് എന്നൊക്കെ പറയാൻ കഴിയുമോ? ഈ കഴിഞ്ഞ മാസം 21 എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വിദേശ വേദിയിൽ പോയിക്കൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനതയെ ആക്ഷേപിക്കുമ്പോൾ അത് ജനം TVയുടെ മാത്രം അജണ്ടയല്ല. അങ്ങനെ ജനം TV പൊക്കിക്കൊണ്ടുവന്ന ഒരു വാർത്തയല്ല. ഇന്ന് നോക്കൂ, രാവിലെ മുതൽ എല്ലാ ദേശീയ മാധ്യമങ്ങളിലെയും വാർത്തയാണ്. ഇത് ജനം TVയുടെ മാത്രമല്ല. പക്ഷേ ഇത് കോടിക്കണക്കിന് വരുന്ന രാമഭക്തരുടെ വികാരം മുറിപ്പെടുത്തുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു വിദേശ രാജ്യത്ത് പോയി വിദേശ സദസ്സിൽ സംസാരിക്കുന്നു എന്നത്, അതിനെ ഒരു രാഷ്ട്രീയ അജണ്ടയായി ചിത്രീകരിക്കാൻ താങ്കൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇത് സംബന്ധിച്ച് സമാനമായിട്ടുള്ള ഒരു ആരോപണം ബഹുമാന്യനായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയ സഹോദരി പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഉദ്ധരിക്കാം. രാഹുലിന് ഒരിക്കലും ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ BJPക്കും BJP നേതാക്കൾക്കും നേരെയാണ്. അല്ലാതെ ഒരു ഹിന്ദു മതത്തെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് BJPയുടെ നേതാവാണോ? ഇവിടത്തെ കോടാനുകോടി വരുന്ന ഹൈന്ദവർ ആരാധിക്കുന്ന മര്യാദ പുരുഷനാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് BJPയുടെ ബിംബമായി മാറുന്നത്? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗവും ഒന്ന് വിശദീകരിച്ചാൽ അത് സംബന്ധിച്ച് വീഡിയോയിലെ ഈ കട്ട് ഷോർട്ട് ചെയ്ത് അതിൽ നിന്നൊരു പ്രത്യേക ഭാഗം മാത്രം എടുത്ത് പ്രദർശിപ്പിക്കാതെ അതിന്റെ മുഴുവൻ കണ്ടന്റ് വരുമ്പോഴാണ് അതിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മുഴുവനായും ഞാൻ കേട്ടതാണ്. പറയുന്നുണ്ട് ഈ ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് മതനിരപേക്ഷത എങ്ങനെ പുലർത്താൻ കഴിയും എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് രാഹുൽ പറഞ്ഞ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അതായത് ഹൈന്ദവ ദൈവങ്ങളെല്ലാം പുരാണങ്ങളിൽ ഉള്ളവരാണ്, മിത്തുകളാണ്. ശ്രീരാമദേവനും അങ്ങനെ തന്നെ ഒരു മിത്താണ്. ഇതാണ് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു ചിന്തനത്തിന്റെയും ഒരാവശ്യവുമില്ല. റജി.
ഇന്ത്യയുടെ ചരിത്ര പാരമ്പര്യത്തെ കുറിച്ച് പരാമർശിച്ചിട്ട് ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു ദേശീയത BJPയുടെ ദേശീയതയല്ലെന്നും അത് ഇൻക്ലൂസീവ് ആണെന്നും എല്ലാ മനുഷ്യരെയും സഹവർത്തിത്തോടെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹിന്ദുവിസത്തിലാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ മതം. അല്ലാതെ അതിനെ ഏകപക്ഷീയമായി മാറ്റിക്കൊണ്ട് ഒരു വർഗീയമായ ഒരു അജണ്ടയുടെ ഭാഗമായി അതിനെ ഒരു രാഷ്ട്രീയ ലാഭം നേടുവാൻ വേണ്ടി മാറ്റുന്ന BJP സംഘപരിവാർ അജണ്ടയ്ക്ക് ചേർന്ന് നിൽക്കുന്നതല്ല. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോ ഈ 10-12 ദിവസത്തിന് ശേഷം ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ എത്രയോ കാലത്തെ 50 വർഷത്തെ വളരെ കഠിനമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ, കാശ്മീർ മുതൽ കന്യാകുമാരി ഉള്ള ജനവിഭാഗങ്ങൾ അവരുടെ എല്ലാ വർഗീയ വിദ്വേഷത്തെയും അല്ലെങ്കിൽ സങ്കുചിത ചിന്താഗതികളെയും മാറ്റിവെച്ചുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. അപ്പൊ ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വിചാരധാര എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സമഭാവനയോടെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണത്തിലാണ് കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ കോൺഗ്രസിന്റെ നേതാവ് സംസാരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നത് തന്നെ നമ്മുടെ ജനാധിപത്യത്തോട് ഉള്ള ഒരു അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ പ്രസംഗിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് എന്തുദ്ദേശത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ റെജി, വരുത്തി തീർക്കൽ അങ്ങ് ഈ ചർച്ചയിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ രാഹുൽ ഈ US അമേരിക്കൻ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞതെന്ന് വളരെ കൃത്യമായി കേൾപ്പിച്ചതാണ്. അങ്ങ് ഉൾപ്പെടെ കേട്ടിട്ടുണ്ട്, പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. ഇതിൽ യാതൊരു മറിച്ച് ചിന്തിക്കലിന്റെ യാതൊരു കാര്യവുമില്ല. വളരെ കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമൂർത്തിയെയാണ്, ആരാധനാമൂർത്തിയെയാണ് ഇത്തരത്തിൽ അപഹസിച്ച് സംസാരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തതാണ്. ഇതിൽ വ്യാഖ്യാനത്തിന്റെയും ദുർവ്യാഖ്യാനത്തിന്റെയും ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. റജി, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ശ്രീബുദ്ധനെ കുറിച്ചും നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു വിശാലമായ അർത്ഥത്തിലാണ് അദ്ദേഹം ആ പ്രയോഗം നടത്തുന്നത്. അതായത് ഹിന്ദു ഒരിക്കലും ഒരു അക്രമത്തിനോ അതിക്രമത്തിനോ വിദ്വേഷത്തിനോ ഉള്ള ഒരു നേതൃത്വം നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സ്നേഹത്തിന്റെ ഒരു മതമാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയത്തിലൂടെ, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ ലോകത്തെ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്. അതിലെ ഒരു സങ്കുചിതമായിട്ടൊരു വ്യാഖ്യാനം നൽകി അതിനെ മിതവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ജനാധിപത്യത്തിന് ഉത്തമമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യയിലെ 11 കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയതാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനകോടികളുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും ഒരു മതത്തിനോ ഒരു വിഭാഗത്തിനോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കോ എതിരു നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഒപ്പം അങ്ങേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. ജൂലൈ 2024 രാഹുൽ നടത്തിയ ഒരു പ്രസ്താവന അത് നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. മന്ദിർ മൂവ്മെന്റിനെ പരാജയപ്പെടുത്താൻ സാധിച്ചു. അയോധ്യയുമായി ബന്ധപ്പെട്ട മന്ദിർ മൂവ്മെന്റിനെ പരാജയപ്പെടുത്താൻ സാധിച്ചുവെന്ന് ജൂലൈ 2024 പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ അക്രമകാരികളാണ് എന്ന പ്രസ്താവന കൂടി ഈ പറയുന്ന മതസൗഹാർദ്ദത ഊട്ടിയുറപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഉണ്ടായി എന്നുള്ള കാര്യം അങ്ങ് വിസ്മരിക്കേണ്ട.